ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ, അതായത് ഇന്ത്യൻ GTA എന്ന് പറഞ്ഞ ഈ ഗെയിമിൽ ഒരു ചെറിയൊരു പുവർ ടു റിച്ച് ഒരു ഷോർട്ട് സ്കെച്ചാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംഭവമാണ്. അത് ചെയ്യാമെന്ന് വെച്ച് അതെങ്ങനെ കൊള്ളാവോ എത്ര എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കാം. എന്നാലും മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പക്ഷേ ഇതാണ് മനോജിൻ്റെ അച്ഛൻ. ഇതാണ് മജീഷ്. ഇവനൊരു പാവപ്പെട്ടവനാണ്. പിന്നെ ഇതാണ് ഇവനാകെ ഉള്ള ഈ സൈക്കിളാണ്. പിന്നെ ഉള്ളത് അവനൊരു ബൈക്ക്. ഇപ്പോൾ നേരെ ഇവൻ പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കോളേജിലേക്കാണ്. ഇവൻ്റെ അമ്മ മരിച്ചു ഇവൻ ജനിച്ചപ്പോൾ തന്നെ. പിന്നെ അവൻ്റെ അച്ഛൻ കുറച്ച് പണിക്കൊക്കെ പോയിട്ടാണ് ഇവനിപ്പോൾ ഇങ്ങനെ ആക്കിയത്. കോളേജിൽ ഇപ്പോൾ ഇവന് 21 വയസ്സായി. കോളേജിൽ ഡൊണേഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഗവൺമെൻറ് കോളേജിലാണ്. മാക്സിമം നല്ല കോളേജും ഒക്കെയാണ് പോകുന്നത് ഇവനിപ്പോൾ. പിന്നെ ഇവന് അങ്ങനെ സങ്കടങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞവന് വലിയ സങ്കടമൊന്നുമില്ല. ഇതാണിത് ഇവൻ്റെ കോളേജ് എന്ന് പറയുന്നത്. ഇതാണ് ഇവൻ്റെ കോളേജ്. ഇവിടെ സൈക്കിൾ നിർത്താം നമുക്ക്. ഇതാണ് ഇവൻ്റെ കോളേജ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോളേജ് എന്ന് പറയുന്നത് ഇവന്. പിന്നെ ഇവന് 2 ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്, കാണിക്കാം. അവർ വരട്ടെ. ഇവൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇതാണ് സൂരജും അമലെന്നും പറയുന്നത്. ഇവരാണ് ഇവൻ്റെ 2 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. ഇവൻ്റെ ഒപ്പമാണ് ഇവൻ കളിക്കലും സംസാരിക്കലും കൂടെ നടക്കലും എല്ലാം ഇവൻ്റെ ഒപ്പമാണ് ഇവനെയൊക്കെ ചിലപ്പോൾ കളിയാക്കുന്നിരിക്കും. പക്ഷെ ഇവനൊക്കെ അതൊക്കെ ഫണ്ണായിട്ട് എടുക്കത്തുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ അജ്മലിൻ്റെയും സൂരജിൻ്റെയും ബൈക്ക് എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ നല്ല ബൈക്കും റിച്ചൊക്കെയാണ് ഇവർ. ഇത് പിന്നെ വേറെ 2 പേരുടെ ബൈക്ക്. ഇത് നമ്മുടെ അണ്ണൻ്റെ സൈക്കിള്, മനോജിൻ്റെ സൈക്കിള്. പിന്നെ ഇന്ന് 12 മണി വരെ ഉള്ളു ക്ലാസ്. അതുകൊണ്ട് തന്നെ ഇവർ പ്ലാൻ ചെയ്യുകയാണ് ഇവർ കറങ്ങിയടിക്കാനുള്ള പ്ലാനാണ് ഇവരിപ്പോൾ. നമുക്ക് നേരെ ക്ലാസ്സിൽ നമുക്ക് നേരെ ക്ലാസ്സിൽ കയറാം. ഓടാ ശരിടാ. ഓക്കെ നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കയറുവാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. ഇന്ന് നമുക്ക് ഒരു പരിപാടിയൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ സെറ്റാക്കണം. അത് നമുക്ക് വഴിയെ സെറ്റാക്കാം. ഇനി എന്താ, നേരെ ക്ലാസ്സിൽ കയറാം. വാടാ. എന്താടെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ കുശുകുശാന്ന് പറഞ്ഞോണ്ട്. വാ കയറാം. അപ്പോൾ മഴയാണ്. ക്ലാസ് കഴിഞ്ഞ് 12 മണിയായി. ഭയങ്കര മഴയാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. എൻ്റെ കുടയൊന്നുമില്ല. ആകെ ഇവിടെ നിന്നാണ് ഈ ബുക്കും എല്ലാം ഫുഡും എല്ലാം ഇവിടെ നിന്നാണ്. ഇവരുടെ കുടയുണ്ട്. ഞാൻ പിന്നെ പോകാനുള്ള പണിയിലാണ്. കാരണം നമുക്കിന്നൊരു വൈകിട്ടൊരു പണിക്ക് സെറ്റാക്കാനുണ്ട്. പണി സെറ്റാക്കുമെന്ന് നോക്കാം. ഇവർ മഴ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, കറങ്ങി അടിച്ചിട്ട്. നമുക്ക് ഈ മഴത്ത് പോയി ശീലമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ പോവുകയാണ് അങ്ങ് നേരെ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ മച്ചവനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ്റെ ബൈക്കുണ്ട്. ചോദിക്കണം നമുക്കൊന്ന് പോകാൻ തരുമോയെന്ന്. അച്ഛ നമുക്ക് അച്ഛനെ വിളിക്കാം. അച്ഛാ, ബൈക്കൊന്ന് തരാമോ? എനിക്ക് ബൈക്കൊന്ന് വേണമായിരുന്നു. ഓടോ മോനെ, നീ ബൈക്ക് എടുത്തു. താങ്ക് യു അച്ഛാ. ബൈക്ക് തന്നിട്ട് ഞാനൊരു ജോലി സെറ്റാക്കാൻ പോയിരുന്നു. അതിനാണ് ബൈക്ക് ചോദിച്ചത്. ഒരു ഡ്രൈവറിൻ്റെ ജോലിയാണ്. അത് ചെയ്യാൻ പോവാണ്. എനിക്ക് ഇപ്പോൾ ഫുള്ള് ഇവിടെ പട്ടിണിയൊക്കെ അല്ലേ. അപ്പോൾ അത് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞ അച്ഛനോട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങ് പോയേക്കാം. ഇവിടെ ഉച്ചയാണ്, നമ്മളൊന്നും കഴിച്ചില്ല. ഉച്ചക്ക് കഴിച്ചാണ് ഇത്. ശരി, അതായത് നമുക്ക് ബൈക്ക് എടുക്കാം. ബൈക്ക് എടുത്തിട്ട് നമുക്ക് നേരെ സ്ഥലത്തേക്ക് അങ്ങ് വിട്ടു പോവാം. ഇതിവിടെ കുറച്ച് നോയ്സ് ഉണ്ട്, കാരണം ഞാൻ എൻ്റെ റൂമിലാണ്. പക്ഷേ എൻ്റെ താഴെ നിൽക്കുന്ന വണ്ടീൻ്റെ സൗണ്ട് വരെ ഇവിടെ കേൾക്കാം. ഇവിടെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, മൊണ്ണന്മാരാണ്. ഇനി നമുക്ക് നേരെ അവിടെ ചെല്ലാം. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സാറെന്ന് പറയുന്നത്. നമുക്ക് ജോലി തരാൻ പോണ, ആ ഡ്രൈവർ ജോലി തരാൻ പോണ ആളെന്ന് പറയുന്നത്. നമുക്ക് സാറേ ഞാനെന്ന് ആ ജോലി ചോദിച്ചത് തരാമോ? ഓക്കെ ചേട്ടാ. ഓക്കെ. അപ്പോൾ നമ്മുടെ സാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി തരാമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ സാർ, ഞാൻ ഇവിടെ ഈ കുടേൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്.
മഴയായതുകൊണ്ട്. അപ്പോൾ ജോലി തരാമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ ജോലിയാണ് നമുക്ക് കിട്ടുന്നത്. അതിലൂടെ നമുക്ക് ഇനിയും മെച്ചപ്പെടാമെന്ന് നമുക്ക് വിചാരിക്കില്ല, നമ്മൾ ചെയ്തിരിക്കും. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. അപ്പോൾ സാറേ, ഞാൻ എന്താ കീ തരുവാണെങ്കിൽ കീ തരാമോ? ഓക്കെ, താങ്ക് യു സാറേ. ഓക്കെ, കീ അപ്പോൾ നമുക്ക് കീ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് ചെല്ലാം. അത് സാറേ, ഞാൻ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. കുഴപ്പമില്ല, നനഞ്ഞാൽ കുഴപ്പമില്ല, അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. അപ്പം എന്താ, ഞാൻ എൻ്റെ ബൈക്കൊന്ന് ഇവിടെ അടിയിലേക്കൊന്ന് എടുത്തിടുവാണ്. വന്നിട്ട് ഒന്ന് ചെന്നെടുക്കാനായിരുന്നു ഡ്രൈവിങ്. അപ്പോൾ താങ്ക് യു സാറേ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ടൈമിങ് വരെ ഉണ്ട്. നമുക്ക് 4 മണി തൊട്ട് 7 മണി വരെയാണ് ടൈമിങ് സെറ്റാക്കി പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് 10,000 രൂപ വരെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അതെന്തായാലും അത്യാവശ്യം നല്ലൊരു റേറ്റാണ് 10,000 ഓട്ടോ ഡ്രൈവറിന്. 10,000 നല്ലൊരു റേറ്റാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമുക്ക് പൈസ കിട്ടും. ഇനി നമുക്ക് ഓരോ ഓട്ടോ എടുക്കണം കേസ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെ ബാക്കി തന്നെ നോക്കാം. ഇനി നമുക്ക് നേരെ ഒരാളെ നമുക്ക് പിക്ക് ചെയ്യണമെങ്കിൽ പിക്ക് ചെയ്യാൻ ചേട്ടാ മഴ ആയതുകൊണ്ട് നമുക്ക് കയറുമായിരിക്കും എന്ന് വിചാരിക്കാം. ചേട്ടാ ഓട്ടോ ഉണ്ട്. ഓട്ടം കയറാൻ ഓട്ടോ ഉണ്ടായിരുന്നു. ഒന്ന് കയറുമായിരുന്നെങ്കിൽ വലിയ ആദ്യത്തെ ഓട്ടമായിരുന്നു ചേട്ടാ. ചേട്ടൻ തന്നെ ആദ്യം കയറിയിട്ടൊന്ന് സഹായിക്കണമെന്ന്. അപ്പോൾ ഈ ചേട്ടൻ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. മഴയും തീർന്നിട്ടുണ്ട്. പുറകിലോട്ടാണ് കാർ ഷോറൂമിൻ്റെ അടുത്താണ്. കാർ ഷോറൂമല്ല, ബൈക്ക് ഷോറൂമിൻ്റെ അവിടെ എങ്ങാണ്ടാണ് സ്ഥലം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ ചേട്ടാ, ഇവിടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ചേട്ടൻ പൈസ 70 രൂപയായിരുന്നു, തരുമോ? ഓക്കെ, പൈസ വന്നിട്ടുണ്ട്. മോനെ നല്ല ഡ്രൈവിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡ്രൈവിങ് നല്ല സെറ്റ് ഡ്രൈവിംഗ് ആണെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. ബൈക്ക് ഷോറൂമിൽ നിന്ന് ബൈക്കൊക്കെ ഇരിപ്പുണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് എടുക്കണം കൈസ്. എന്തായാലും ഞാൻ വിളിച്ചൊന്ന് ചോദിച്ചായിരുന്നു ഇടയ്ക്ക് വെച്ച് മുതലാളീനെ ഒന്ന്. അപ്പോൾ മുതലാളി പറഞ്ഞു, നീ എടുത്തോ, വണ്ടി നീ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമുക്ക് ഇനി വീട്ടിൽ കൊണ്ടുപോകും ഗൈസ്. വീട്ടിൽ നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായല്ലോ. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനും വരാനും പോകാനൊക്കെ ഒരു സഹായമായിരുന്നു അത്. എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ബൈക്ക് അവിടെ കിടക്കണം, അതും ചെന്ന് എടുക്കണം. അപ്പോൾ ശരി. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ നമ്മുടെ ഓട്ടോറിക്ഷ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബൈക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നേച്ചാണ്. നമുക്ക് നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകണം. സ്പെൻഡറാണ് ഗൈസ്, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് നേരെ വീട്ടിൽ ചെല്ലണം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ വീട്ടിൽ ചെന്നിട്ടുണ്ട്. എല്ലാ സാധനവും പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓട്ടോറിക്ഷ, ബൈക്ക്, അതൊക്കെ നമ്മുടെ ബൈക്കൊന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കിയിടാം. അല്ല നല്ലത്. കാരണം നമുക്ക് എടുക്കാനും പോകാനൊക്കെ നല്ലത്. ഓട്ടോ എടുക്കണ്ടേ, തട്ടിക്കുവാന്ന് തോന്നുന്നത്. നമുക്ക് നേരെ വണ്ടി എടുത്ത് കുറച്ച് ബാക്കിലേക്ക് ഇടാം ഗൈസ്. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ മണ്ടയിലേക്ക് വിട്ട് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളെ കൊണ്ട് ഇതേപോലത്തെ ഫണ്ണി വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റും ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്താണ്, കുറച്ച് സപ്പോർട്ട് തന്നെ. അപ്പോൾ ബൈ.